പല മനുഷ്യരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എനിക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദേഷ്യപ്പെടുന്നത് തെറ്റാണോ ശരിയാണോ? അപ്പോൾ അവരിൽ ഭൂരിപക്ഷവും എന്നോട് പറയാറുള്ളത് ദേഷ്യപ്പെടുന്നത് തെറ്റാണ് എന്നാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ദേഷ്യപ്പെടുന്നത് ഒരിക്കലും തെറ്റല്ല, അതൊരു വികാരമാണ്. അതെനിക്കും വരാം, നിങ്ങൾക്കും വരാം. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ദേഷ്യത്തെ പ്രകടിപ്പിക്കുന്ന രീതികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. മറിച്ച് ദേഷ്യത്തെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കാം. മനഃശാസ്ത്രത്തിൽ പറയും 3 രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കാം. ഒന്ന് ഓവർ ആക്ഷൻ. ഓവർ ആക്ഷൻ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിയുക, അസഭ്യങ്ങൾ പറയുക, അടി കൊടുക്കുക, കഥമൊക്കെ വലിച്ച് അടയ്ക്കുക, അതുപോലെ മോശം വാക്കുകൾ പറയുക. അപ്പോൾ അത് ചെയ്താൽ നമുക്കും അസ്വസ്ഥത വരും, മറ്റേയാൾക്ക് അസ്വസ്ഥത വരും. അപ്പോൾ അത് ഒഴിവാക്കുക. രണ്ടാമത് അണ്ടർ ആക്ഷൻ. അണ്ടർ ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്, ദേഷ്യമൊന്നും പറയുന്നില്ല, എല്ലാം കടിച്ചിറക്കുകയാണ്, പുറമെ നിങ്ങൾ ചിരിച്ച് കാണിക്കുന്നു. അതും ശരിയായ രീതിയല്ല. നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും, നമുക്ക് ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാവും, വയറുവേദന, തലവേദന ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതും ശരിയായ രീതിയില്ല. ഇനി മൂന്നാമത് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ശരിയായ രീതിയിൽ പറയുക, നിങ്ങൾ ചെയ്ത് ശരിയായില്ല, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അംഗീകരിക്കില്ല, എനിക്ക് നല്ല ദേഷ്യം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന രീതിയിൽ പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ദേഷ്യപ്പെടാതിരിക്കുന്നതല്ല, ദേഷ്യത്തെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി.